ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് നിർത്തിയ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തെർമോ ഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തെർമോ ഡൈനാമിക് പ്രോസസ്സുകളിൽ പറഞ്ഞു. ഐസോ തെർമൽ പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, അതുപോലെ ഐസോബാറിക് പ്രോസസ്സ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തെർമോ ഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നിങ്ങളുടെ റിവേഴ്സിബിൾ പ്രോസസ്സും നോൺ റിവേഴ്സിബിൾ പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളൊരു തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം മീൻസ് ഈക്വൽ ആകുക. അപ്പോൾ രണ്ട് സിസ്റ്റങ്ങൾ, ഞാൻ രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റങ്ങൾ എടുക്കുന്നു. ഉദാഹരണത്തിന് ഒരു സിസ്റ്റത്തിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു എ എന്നും, മറ്റൊരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ ഞാൻ ബി എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിൽ എ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ബോഡിയും ബി എന്ന് പറയുന്നത് ഒരു കോൾഡ് ബോഡിയുമാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ എയും ബി എന്ന് പറയുന്ന രണ്ട് ബോഡികളെ കോണ്ടാക്റ്റിൽ വെച്ചാൽ, ഈ രണ്ട് ബോഡികളെ ഞാൻ കോണ്ടാക്റ്റിൽ പ്ലേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തൊട്ട് വച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഹോട്ട് ബോഡിയിൽ നിന്ന് ബി എന്ന് പറയുന്ന കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഹീറ്റ് ഫ്ലോ ഏതുവരെ ഉണ്ടാവും? എയിൽ നിന്ന് ബിയിൽ ഹീറ്റ് ഫ്ലോ ഏതുവരെ ഉണ്ടാകും? ഈ ഹോട്ട് ബോഡിയുടെയും അതുപോലെ കോൾഡ് ബോഡിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ അവിടെ എന്തുണ്ടാവും? ഈ രണ്ട് ബോഡിയുടെ എയുടെയും ബിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ അവിടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്തുണ്ടാകത്തില്ല? ഹീറ്റ് ഫ്ലോ ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ നോ എക്സ്ചേഞ്ച് ഓഫ് ആരെന്നാണ്? ഹീറ്റ് എന്നാണ്. നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ പറയും ആ എ എന്ന് പറയുന്ന ബോഡിയും ബി എന്ന് പറയുന്ന ബോഡിയും എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ രണ്ട് സിസ്റ്റങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സിസ്റ്റങ്ങൾ എന്തിലാകണമെങ്കിൽ? തെർമൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അവിടെ എന്ത് പാടില്ല? ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ ടു സിസ്റ്റംസ്. ആ രണ്ട് സിസ്റ്റം തമ്മിൽ എന്ത് പാടില്ല? ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ രണ്ട് സിസ്റ്റങ്ങൾ എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചായ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചായ തണുപ്പിക്കാൻ, അല്ലെങ്കിൽ ചായപാത്രം തണുപ്പിക്കാനായിട്ട് നമ്മൾ ആ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കാൻ നിങ്ങൾക്കറിയാം, ചായ എന്ന് പറയുന്നത് ഹോട്ട് ബോഡിയും വെള്ളം എന്ന് പറയുന്ന കോൾഡ് ബോഡിയുമാണ്. അപ്പോൾ ആ ചായയിൽ നിന്ന് അല്ലെങ്കിൽ ആ കോൾഡ് ബോഡിയിൽ നിന്ന്, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് എന്ത് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്? ഹീറ്റ് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ആ ഹീറ്റ് ഫ്ലോ ഏതുവരെയാണ്? ആ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ അവിടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാകും. അങ്ങനെ അപ്പോൾ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ പറയും ആ രണ്ട് സിസ്റ്റങ്ങൾ എന്തിലായി? തെർമൽ ഇക്വിലിബ്രിയത്തിലായി. അപ്പോൾ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അവിടെ എന്ത് പാടില്ല? നോ, ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ആരെന്നാണ്? ഹീറ്റ് ബിറ്റ്വീൻ ദ ടു സിസ്റ്റംസ് എന്നാണ് അല്ലേ. ആ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ എന്ത് പാടില്ല? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് പാടില്ല. എന്ന് വെച്ചാൽ ആ രണ്ട് സിസ്റ്റങ്ങളുടെയും ടെമ്പറേച്ചർ എന്താകണം? സെയിം ആകണം. അപ്പോൾ ഇങ്ങനെ സിസ്റ്റങ്ങളുടെ തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുന്ന ഒരു ലോ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് തെർമൽ. രണ്ട് സിസ്റ്റങ്ങൾ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. നമുക്ക് എപ്പോൾ പറയാം? ആ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ആ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ എന്ത് പാടില്ല? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് പാടില്ല. അങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് പാടില്ല എങ്കിൽ ആ രണ്ട് സിസ്റ്റങ്ങളുടെയും ടെമ്പറേച്ചർ എന്താകണം? ഈക്വൽ ആകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ സിസ്റ്റങ്ങളുടെ തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുന്ന ലോയെ നമ്മൾ വിളിച്ച പേരാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമുക്ക് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കിക്കൂടെ? ഓക്കെ, അപ്പോൾ നോക്കുക, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഈ സീറോത്ത് ലോ എന്ന പേര് കൊടുക്കാൻ കാരണം നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനും ശേഷം തെർമോഡൈനാമിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ലോയുടെ ആവശ്യകത വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ലോയെ നമ്മൾ സീറോത്ത് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സീറോത്ത് ഫസ്റ്റിനും സെക്കൻഡിനും മുൻപേ ബേസിക് അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ലോ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയാണ് സീറോത്ത് ലോ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സീറോത്ത് ലോ പറയുന്നത്, ഞാൻ ഇതാ മൂന്ന് സിസ്റ്റങ്ങൾ എടുക്കുന്നു.
അപ്പോൾ 3 സിസ്റ്റങ്ങളെ ഞാൻ പേര് കൊടുക്കുകയാണ്. എ, ബി, സി. ഈ എയും ബി എന്ന് പറയുന്ന സിസ്റ്റത്തെ ഞാൻ ഒരു അഡേബാറ്റിക് വാൾ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അഡേബാറ്റിക് വാൾ. ഓക്കെ, എന്ത് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ്? അഡേബാറ്റിക് വാൾ. അപ്പോൾ അഡേബാറ്റിക് വാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കോ അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കോ എന്തില്ല? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഇല്ല. ഇനി അതുപോലെ എയും ബിയും ഞാൻ സി എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് ഒരു ഡയാതെർമിക് വാൾ ഉപയോഗിച്ചുകൊണ്ട്, എന്ത് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ്? ഡയാതെർമിക് വാൾ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡയാതെർമിക് വാൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എയിൽ നിന്ന് സിയിലേക്കും അല്ലെങ്കിൽ സിയിൽ നിന്ന് എയിലേക്കും, അതുപോലെ ബിയിൽ നിന്ന് എയിലേക്കും, സിയിൽ നിന്ന് ബിയിലേക്കും എന്ത് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്? ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ട്. പക്ഷേ എയിൽ നിന്ന് ബിയിലേക്ക് ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് നടക്കത്തില്ല. അപ്പോൾ ഈ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും സി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റവുമായിട്ട് എന്തിലാണെങ്കിൽ? തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും സി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റവുമായി തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആണ് എങ്കിൽ എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ഒന്നുമില്ലടേ. നമ്മൾ കണ്ടു എ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ എയുടെയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ എയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും ഈക്വൽ ആകും. അതുപോലെ ബിയും സിയും എന്തിലാകണമെങ്കിൽ? തെർമൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അവരുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എയും ബി എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? If two systems A and B are in thermal equilibrium with a third system ആണ് C. A എന്ന് പറയുന്ന ഒരു സിസ്റ്റവും B എന്ന് പറയുന്ന ഒരു സിസ്റ്റവും C എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റവുമായി തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആണ് എങ്കിൽ then the systems A and B are in thermal equilibrium with each other. അങ്ങനെ ആണെങ്കിൽ എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും തമ്മിൽ എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഈ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് സിസ്റ്റങ്ങളുടെ തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നോക്കി, എ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും എന്തുപയോഗിച്ചുകൊണ്ട്? ഒരു അഡിയബാറ്റിക് വാൾ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്തില്ല? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് നടക്കുന്നില്ല. എന്നാൽ എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും സി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റത്തെ ഒരു ഡയാതെർമിക് വാൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് നടക്കാം. അങ്ങനെയാണ് എങ്കിൽ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ആ എ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ബി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റവും സി എന്ന് പറയുന്ന വേറൊരു സിസ്റ്റവുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഇഫ് ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ ഇൻ തെർമൽ equilibrium with a third system C separately, then the systems A and B are in thermal equilibrium with each other. അങ്ങനെ ആണ് എങ്കിൽ എയും ബിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ആ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ എന്ത് പാടില്ല? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് പാടില്ല. എന്ന് വെച്ചാൽ ആ രണ്ട് സിസ്റ്റങ്ങൾ ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുള്ള രണ്ട് വസ്തുക്കൾ നമ്മൾ എടുത്ത് കോണ്ടാക്റ്റിൽ വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാകും. ആ ഹീറ്റ് ഫ്ലോ ഏതുവരെ ഉണ്ടാകത്തുള്ളൂ? ആ രണ്ട് ബോഡിയിലെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ രണ്ട് ബോഡീസ് എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അങ്ങനെ സിസ്റ്റങ്ങളുടെ തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറയുന്ന ഒരു ലോയാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഈ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്, ഇപ്പം നമ്മൾ 3 സിസ്റ്റങ്ങൾ കൺസിഡർ ചെയ്യുന്നു, എ ബി ആൻഡ് സി. അതിൽ എ ആൻഡ് ബി എന്ന് പറയുന്ന സിസ്റ്റത്തെ ഒരു അഡിയബാറ്റിക് വാൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ എയും ബിയും സി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റത്തെ
ഒരു ഡയാതെർമിക് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും സി എന്ന് പറയുന്ന മറ്റൊരു സിസ്റ്റവുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അപ്പോൾ എ സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലും ബി സിയുമായിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആകണം അല്ലെങ്കിൽ ആണ് എങ്കിൽ എയും ബിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ഈ ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ലോ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോ പ്രപ്പോസ് ചെയ്യുന്നത് RH ഫ്ലവർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. RH ഫ്ലവർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കുന്ന ഒരു ടോപ്പിക്കാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിനകത്ത് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആയിട്ടുള്ള പ്രോസസ്സുകളെ നമ്മൾ പറഞ്ഞ പേരാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഐസോതെർമൽ പ്രോസസ്സിനകത്ത് ചെയ്യുന്ന വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഒരു ഐസോതെർമൽ പ്രോസസ്സ് എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിനകത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ പ്രഷറിന് P1 എന്നും വോളിയം V1 എന്നും ടെമ്പറേച്ചർ T എന്നും എടുക്കുന്നു എന്ന് വിചാരിക്കും. ഇനി ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഏത് വേരിയബിളിന് ചേഞ്ച് ഉണ്ടായാലും ടെമ്പറേച്ചറിന് എന്തുണ്ടാവത്തില്ല? ചേഞ്ച് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രഷർ P2 എന്നും വോളിയം V2 എന്നും ടെമ്പറേച്ചർ എന്ത് തന്നെ ആയിരിക്കും? T തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് ആ ഐസോതെർമൽ പ്രോസസ്സിനകത്ത് എന്ത് ചെയ്തു? സിസ്റ്റത്തിൻ്റെ വോളിയം V1-ൽ നിന്ന് V2-ലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ എനിക്ക് ആ V1-ൽ നിന്ന് വോളിയം V2-ലേക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം V1-ൽ നിന്ന് V2-ലേക്ക് മാറാൻ ആവശ്യമായ എന്ത് കണ്ടുപിടിക്കണം? വർക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം വർക്ക് ഡൺ, ആദ്യം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് അറിയാം. ഞാൻ വർക്ക് ഡൺ സ്മോൾ DW എന്ന് എടുക്കുകയാണെങ്കിൽ വർക്കിനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ആ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആരെന്ന് എടുക്കുന്നു? ഞാൻ dx. അതായത് ഐസോതെർമൽ പ്രോസസ്സിനകത്ത് ആ പ്രഷർ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രഷർ ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ dx ആണെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് dW = ഫോഴ്സ് ഇൻറ്റു ആരെന്ന് എടുക്കാം? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എടുക്കാം. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ആരാണ്? ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ P ഇൻറ്റു A എന്ന് എടുക്കാം, ഇൻറ്റു dx എന്ന് എടുക്കാം. ഇനി നിങ്ങൾ നോക്കി, ഏരിയ ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് വോളിയമാണ്. ഏരിയ ഇൻറ്റു തിക്നെസ് വോളിയമാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ വർക്ക് ആയതുകൊണ്ട് നമ്മൾ ആ വോളിയത്തെ dV എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മോൾ വർക്ക് ഡൺ dW = P ഇൻറ്റു R എന്ന് എടുക്കാം, dV എന്ന് എടുത്തുകൂടി. അപ്പോൾ ഇതാണ് സ്മോൾ വർക്ക് ഡൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം V1-ൽ നിന്ന് വോളിയം V2-ലേക്ക് മാറ്റാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏതൊട്ട് ഏതുവരെ? V1-ൽ നിന്ന് V2-ലേക്ക്. ഏത്? P dV എന്ന് എടുക്കുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഐസോതെർമൽ പ്രോസസ്സിനകത്ത് പ്രഷർ എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഈ കിടക്കുന്ന ഇൻ്റഗ്രേഷനകത്ത് 2 വേരിയബിൾ വരുന്നുണ്ട്. പ്രഷറും വേരിയബിളാണ്, അതുപോലെ വോളിയവും വേരിയബിളാണ്. അപ്പോൾ നമ്മൾ ഇതിനായി പ്രഷറിനെ ഇൻ ടേംസ് ഓഫ് എന്തിലേക്ക് കൊണ്ടുവരികയാണ്? വോളിയത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഐസോതെർമൽ പ്രോസസ്സിനകത്ത് ഞാൻ ഇവിടെ എഴുതാം ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് അല്ലേ, ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് നമ്മൾ എടുക്കുന്ന ഐസോതെർമൽ പ്രോസസ്സിനകത്ത് PV എന്ന് പറയുന്നത് nRT ആണ്. PV = nRT. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ, PV = nRT. അങ്ങനെയാണ് എങ്കിൽ അവിടെ നമുക്ക് പ്രഷർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? nRT ഡിവൈഡഡ് ബൈ വോളിയം എന്ന് എടുത്തുകൂടി. അപ്പോൾ നമുക്ക് പ്രഷറിനെ ഇവിടെ ഇൻ ടേംസ് ഓഫ് എന്തിലേക്ക് മാറി? വോളിയത്തിലേക്ക് മാറി. ഈ ഇക്വേഷനകത്ത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. R എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചറും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ P = nRT / V എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ W = നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ V1 to V2 nRT
ബൈ വി ഇൻറ്റു ആരെന്ന് എഴുതാം, ഡി വി എന്ന് എഴുതിക്കൂടെ? ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വോളിയത്തിൻ്റെ ടൈമിലേക്ക് മാറിയില്ലേ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്ന വോളിയത്തിൻ്റെ ടൈമിലേക്ക് മാറി. അപ്പോൾ ഇനി നമുക്ക് ആ കിടക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആരായി? വർക്ക് ഡൺ ഇൻ ആൻ ഐസോ തെർമൽ പ്രോസസ് ആവും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് ഈ എഴുതിയിരിക്കുന്നത് മാറ്റിയാണ്, എന്നിട്ട് ബാക്കിയുള്ളത് പറയാം. അതിനു മുമ്പ് ഞാനിത് ഒന്നുകൂടി പറയാം. ഞാനൊരു ഐസോ തെർമൽ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ പ്രഷർ P1 എന്നും വോളിയം V1 എന്നും ടെമ്പറേച്ചർ T എന്ന് എടുക്കുന്നു. അപ്പോൾ ഒരു ഐസോ തെർമൽ പ്രോസസ്സ് നടന്നപ്പോൾ അതിൻ്റെ പ്രഷർ P2 വോളിയം V2 ടെമ്പറേച്ചർ T തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ വോളിയം V1 നിന്ന് V2 മാറാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ DW എന്ന് ഞാൻ എടുത്തു സ്മോൾ വർക്ക് ഡൺ, DW എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് DX എന്ന് എടുക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് DX എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ ആ സിസ്റ്റത്തിനകത്തുള്ള പിസ്റ്റനെ തള്ളി നീക്കുന്ന ഡിസ്റ്റൻസാണ്. അപ്പോൾ നമ്മളൊരു പിസ്റ്റൺ എടുക്കുകയാണെങ്കിൽ, അതായത് ആ ഗ്യാസ് മുകളിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ പിസ്റ്റൺ DX ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു വിചാരിക്കുക. നമുക്ക് ഫോഴ്സിനെ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എടുക്കാം. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു DX എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻറ്റു DX എന്ന് പറയുന്നത് വോളിയമാണ്. അപ്പോൾ DW = PdV എന്ന് മാറും. ഇത് സ്മോൾ വർക്ക് ഡൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം V1 നിന്ന് V2 മാറാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ W എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ V1 to V2 PdV എന്ന് എഴുതാം. പക്ഷേ ഇവിടെ പ്രഷറും വോളിയം ഐസോ തെർമൽ പ്രോസസ്സിനകത്ത് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രഷറിനെ ഇൻ ടേംസ് ഓഫ് വോളിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു ഐസോ തെർമൽ പ്രോസസ്സിനകത്ത് PV = nRT ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷർ = nRT ബൈ വോളിയം എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷനകത്ത് പ്രഷറിൻ്റെ വാല്യൂ കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ W = ഇൻ്റഗ്രൽ V1 to V2 nRT ബൈ V ഇൻറ്റു എന്തെന്നാവും dV എന്ന് മാറും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ചെയ്തുകൂടെ? ഓക്കെ ഇതിപ്പോൾ ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്ന വർക്ക് ഡൺ = ഇൻ്റഗ്രൽ V1 to V2 nRT ബൈ V ഇൻറ്റു dV എന്നാണ് കിട്ടിയത് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ nRT നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും Tയും ഒക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി കിട്ടുന്നത് nRT ഇൻ്റഗ്രൽ V1 to V2 1/V ഇൻറ്റു ആരെന്നാണ്? dV എന്നാണ്. nRT ഇൻ്റഗ്രൽ V1 to V2 1/V ഇൻറ്റു dV എന്നാണ്. നമുക്കറിയാം 1/Vയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് log V ആണ്, നാച്ചുറൽ ലോഗ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് nRT ഏതാ? നാച്ചുറൽ ലോഗ് ln V എന്നാണ് കിട്ടുന്നത്. ഏതൊട്ട് ഏതുവരെ? V1 to V2. അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ എന്ത് ലിമിറ്റ് കൊടുക്കണം? അപ്പർ ലിമിറ്റ് കൊടുക്കണം. അതിനുശേഷം എന്ത് കൊടുക്കണം? ലോവർ ലിമിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? nRT ലോഗ് V2 മൈനസ് ആര്? ലോഗ് V1 എന്നാണ് വരുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ nRT ലോഗ് V2 മൈനസ് ലോഗ് V1 എന്നാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറയുന്നത് ആരാ? ലോഗ് A ബൈ B എന്നാണ്. ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറയുന്നത് ലോഗ് A ബൈ B ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് W = nRT എന്തെന്ന് എഴുതാം? ലോഗ് V2 ഞാൻ ഒന്നുകൂടി ലോഗ് A ബൈ B എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലോഗ് V2 ബൈ ആരെന്ന് എഴുതാം? ലോഗ് V1 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ W = എന്ത് കിട്ടി? nRT ലോഗ് V2 ബൈ V1 എന്നായി. ഇത് നാച്ചുറൽ ലോഗരിതത്തെയാണ്. ടു ദ ബേസ് 10 മാറ്റാൻ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2.303 nRT ലോഗ് ആരെന്നാവും? V2 ബൈ V1. ഓക്കെ, ഇതാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോ തെർമൽ പ്രോസസ്. അപ്പോൾ ഐസോ തെർമൽ പ്രോസസ്സിനകത്തുള്ള വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആരാണ്? W = 2.303 nRT ലോഗ് V2 ബൈ V1 എന്നാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക. നമുക്കറിയാം W എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ V1 to V2 nRT ബൈ V ഇൻറ്റു dV എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ nRT എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ പുറത്തെടുത്തു. അപ്പോൾ nRT ഇൻ്റഗ്രൽ V1 to V2 1/V ഇൻറ്റു dV എന്നാണ് കിട്ടുന്നത്. 1/V dVയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് V ആണ്. നാച്ചുറൽ ലോഗരിതമാണ്. അപ്പോൾ നമുക്ക് nRT ln V V1 to V2 എന്നാണ് കിട്ടുന്നത്.
നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്നു. അപ്പോൾ NRT ഇൻറ്റു ലോഗ് V2 മൈനസ് ലോഗ് V1 എന്ന് വരും. നമുക്കറിയാം ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറയുന്ന ലോഗ് A/B ആണ്. അപ്പോൾ അത് കിട്ടുന്ന NRT ലോഗ് V2 ബൈ V1 എന്നാണ്. ഇത് നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ ഇത് ബേസ് ഓഫ് 10ലേക്ക് മാറ്റാൻ ഒരു 2.303 കൊണ്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ W is equal to 2.303 NRT ലോഗ് V2 ബൈ V1 എന്ന് കിട്ടും. ലോഗ് V2 ബൈ V1. ഇതാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോ തെർമൽ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഒരു ഐസോ തെർമൽ പ്രോസസ്സിനകത്തുള്ള വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആരാ, ഞാൻ ഒന്നുകൂടി എഴുതാം, നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു ഐസോ തെർമൽ പ്രോസസ്സിനകത്ത് വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ W is equal to ആരാണ്, 2.303 NRT ലോഗ് V2 ബൈ ആരാണ്, ലോഗ് V1 ആണ് അല്ലേ. ഇവിടെ നമുക്ക് സപ്പോസ് നമ്പർ ഓഫ് മോൾസ് N ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിച്ചാൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം, W ഈസ് ഈക്വൽ ടു 2.303 RT ലോഗ് ആര്, V2 ബൈ V1 അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ നോക്കി. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു കണ്ടീഷനായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഇനിഷ്യൽ വോളിയം V1 ആണെന്ന് വിചാരിക്കുക. ഈ ഇനിഷ്യൽ വോളിയം ഈ വോളിയം 2V1 ആയിട്ട് മാറാൻ, അതായത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ ഇരട്ടി വോളിയമായിട്ട് മാറാൻ എടുക്കുന്ന വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ. നമുക്കറിയാം വോളിയം V1 നിന്ന് V2ലേക്കാണ് മാറേണ്ടത്. ഞാൻ V2 എന്ന് പറയുന്നത് ആരാണെന്ന് വിചാരിക്കുക, 2V1 ആണ്. അതായത് ഇനിഷ്യൽ വോളിയത്തിൻ്റെ 2 ടൈംസ് ആണെന്ന് വിചാരിച്ചാൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, W is equal to 2.303 NRT അല്ലേ ലോഗ് 2V1 ബൈ ആരെന്നാവും, V1 എന്നാവും. അവിടെ നിന്ന് V1 ഒക്കെ എന്ത് ചെയ്ത് പോയി, ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്ന W is equal to ആരാണ്, 2.303 NRT ലോഗ് 2 എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വർക്ക് അത് V1 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന W എന്ന് പറയുന്നത് 2.303 NRT ലോഗ് 2 എന്നാണ്. ലോഗ് 2ൻ്റെ വില എന്ന് പറയുന്നത് 0.301 എന്നാണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് നോക്കാം. അതായത് ലോഗ് 2ൻ്റെ വില 0.3010 എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്ന W is equal to 2.303 NRT ലോഗ് 2 എന്നാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു ലോഗ് 2ൻ്റെ വില എന്ന് പറഞ്ഞാൽ 0.301 ആണ്. അപ്പോൾ നമുക്ക് 2.303 NRT ഇൻറ്റു 0.301 എന്നാണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.693 NRT എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് വോളിയം ഡബിൾ ആകാനായിട്ടുള്ള ഒരു ഐസോതെർമൽ പ്രോസസ്സിനകത്ത് വോളിയം എന്താകാനുള്ള, ഡബിൾ ആയിട്ട് മാറാനുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. വോളിയം ഡബിൾ ആയിട്ട് ഇരട്ടിയാകാനുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 0.693 NRT എന്നാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വോളിയം പകുതി ആകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ നമുക്ക് നോക്കാം അല്ലേ. വോളിയം ഒന്ന് പകുതി ആവാൻ ചെയ്യേണ്ട വർക്ക് എത്രയാണ്, ഓക്കെ നോക്കാമല്ലോ. അപ്പോൾ നമുക്കിവിടെ വോളിയം V1-ൽ നിന്ന് V1/2 ആയിട്ട് മാറാനുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്താൽ W is equal to 2.303 NRT ലോഗ് V1/2V1 എന്നാവും. അതായത് V1 മുകളിൽ തന്നെ വരും അല്ലേ. അപ്പോൾ V1 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി ലോഗ് 1/2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് W is equal to 2.303 NRT ലോഗ് 1/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ നേരത്തെ ലോഗ് 2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച പോലെ ലോഗ് 1/2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ലോഗ് 1/2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.303 NRT. അതുപോലെ ലോഗ് 1/2ൻ്റെ വില എന്ന് പറയുന്നത് -0.301 എന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, -0.693 NRT എന്ന് കിട്ടും അല്ലേ. അപ്പോൾ വോളിയം ഡബിൾ ആകണമെങ്കിൽ
വർക്ക് ഡൺ എന്ന് പറയുന്നത് 0.693 NRTയും വോളിയം ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് -0.693 NRT ആണ്. ഏതിനകത്ത്? ഒരു ഐസോ തെർമൽ പ്രോസസ്സിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു, അതുപോലെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു, വർക്ക് ഡൺ ഇൻ ആൻ ഐസോ തെർമൽ പ്രോസസ്സ് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്സാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കാണുക. ഇത് ആ ഡെറിവേഷൻ വർക്ക് ഡൺ ഇൻ ആൻ ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ ഡെറിവേഷൻ ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങളത് നോട്ട് കൂടി എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.